സ്കോർപിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം യൂണിവേഴ്സ് ഒരു വാർണിംഗ് ആണ് തരാൻ നോക്കുന്നത്. ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഈ റെഡ് ഫ്ലാഗ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയോ അതല്ല അറിയാത്ത കാര്യങ്ങളാണോ അത് നമ്മൾക്ക് നോക്കാം. എന്നാലും ചില വേറെ സീക്രറ്റ്സും പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് എക്സാക്ട്ലി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം, എന്താ ഗൈഡൻസ് പറയണമെന്ന് നമ്മൾക്ക് അതും നോക്കാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ് നമ്മൾക്ക് തുടങ്ങാം. ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഗൈഡൻസ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപിയോ, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം, എന്താ മെസ്സേജസ് പറയണമെന്ന് നോക്കാം. ഇത് സ്കോർപിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിന്, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ സ്കോർപിയോ, ഞാൻ കാണുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഈ സമയത്ത് എന്തോ ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിലേക്കാണ് പോയിരിക്കണേ. ഇപ്പോൾ ഒന്നും മുമ്പോട്ടേക്ക് പോവില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോവാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു റെവലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇല്ല വെച്ചാൽ എന്തോ ഒരു മറച്ചു വെച്ച കാര്യം പുറത്തു വരണു, എന്തോ ഒരു സീക്രട്ട് പുറത്തു വരണു. അതുമല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ എന്തോ ഒരു വഴക്കുണ്ടാവണു, ഒരു ഇഷ്യൂവിനെ കുറിച്ച് എന്തോ ഒരു വലിയൊരു വഴക്കുണ്ടാവണു, അങ്ങനത്തെ എനർജിയും ആവാം. എന്തായാലും ഇവിടെ കുറേ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് ഇതുണ്ടാവുമ്പോൾ. എന്താ വെച്ചാൽ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി പോയി, ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോയി, ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ വർക്ക് ആവില്ല, അങ്ങനെ കുറേ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ഞാൻ ഒരു ടോക്സിക് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചൊരു ടോക്സിക് സിറ്റുവേഷനാണ് ഇത്. ചില കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരാൻ പോണു. അതല്ല വെച്ചാൽ നിങ്ങൾ ചില റെഡ് ഫ്ലാഗ്സിനെ ഇഗ്നോർ ചെയ്യുകയാണോ. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോവാണ്, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാം ഈ സിറ്റുവേഷനിൽ കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന്. എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ എന്തുകൊണ്ടാണ് ചെയ്യണതെന്ന്, അതാണ് ഇവിടെ യൂണിവേഴ്സ് ചോദിക്കണേ. എന്താ വെച്ചാൽ ഇവിടെ ഒരു ടോക്സിക് എനർജി കാണാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സ്കോർപിയോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണേ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് പുറത്തു വരണ എനർജിയാണ്. ഒരു ബ്രേക്ക് ത്രൂ ഇല്ലച്ച ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവണ എനർജി കാണാണ്ട്. ഇവരുടെ മനസ്സിൽ കുറേ സ്ട്രെസ്സാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. അവർക്ക് ലൈക്ക് ആങ്സൈറ്റി ഉണ്ട്, പേടിയുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ എനർജിയിലൊരു അൺസ്റ്റേബിൾ എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആൾക്കാരും ഉണ്ടാവാം, അല്ലച്ചാൽ അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പേഴ്സൻ്റെ ചിലപ്പോൾ വേറെ അഫെയർസും ഉണ്ടാവാം. അതൊക്കെ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ മുമ്പോട്ടേക്ക് പോകണേ. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടാകിയ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് മുമ്പോട്ടേക്ക് പോണ എനർജി തന്നെയാണ്. നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം. ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു പോസ് ഇല്ല മാതിരി. കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടും ചില ഇഷ്യൂസ് നിങ്ങൾക്ക് രണ്ടാൾക്കും ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നു. ചില ഇഷ്യൂസ് ഉണ്ട്, ചില സ്റ്റാഗ്നേഷൻ ഇഷ്യൂസ്. ചില പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെയോ ബ്ലോക്ക് ആവുന്നുണ്ട്, തടസ്സം വരുന്നുണ്ട്. ഇപ്പോൾ ഈ തടസ്സം എന്താ വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി കമ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. മേ ബി അവർ മാരീഡ് ആയിരിക്കാം. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന്.
അപ്പോൾ അതറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് ചോദിക്കണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇത് വർക്ക് ആവോ ഇല്ലേ എന്ന്. പ്രാക്ടിക്കലി നിങ്ങൾക്കറിയാം ഇത് ശരിയല്ല, ഇമോഷണലി നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഇവിടെ ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു റിജക്ഷൻ പോലെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ചൂസ് ചെയ്യില്ല. ഇവിടെ ചില ബ്ലോക്സ് ഉണ്ട്, കുറേ ചാലഞ്ചസ് ഉണ്ട്. എന്നാലും നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ മുമ്പോട്ടേക്ക് പോണു. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൻ്റെ എനർജിയിൽ തിരിച്ചു വരണ എനർജി കാണാണ്ട് ഇവരൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഈ പേഴ്സൺ മാരീഡ് അല്ല വെച്ചാൽ മേ ബി അവർ സിംഗിൾ ആയിരിക്കാം, പക്ഷേ വേറെ പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ കാഷ്വൽ റിലേഷൻഷിപ്പിലാണ് കൂടുതൽ അവർ ബിലീവ് ചെയ്യണത്. കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ബിലീഫ് ഇല്ല. അവർക്ക് എപ്പോഴും ഫ്രീ ആയിട്ടാണ് ഇരിക്കേണ്ടത്. പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കമ്മിറ്റഡ് റെസ്പോൺസിബിലിറ്റി ഇല്ല, റിലേഷൻഷിപ്സിൽ താല്പര്യമില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഹീലിംഗ് ആണ്. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും കണക്റ്റഡ് അല്ലാച്ചാലും നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയാവണം എന്ന ഒരു പ്രെയർ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ അവർക്ക് പേടിയുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇവിടെ ലവ് ഉണ്ട്, പക്ഷേ നിങ്ങൾ എന്താ തീരുമാനം എടുക്കുക എന്ന് അവർക്ക് അറിയില്ല. ഇവിടെ ഒരു ബിട്രയൽഡ് എനർജി ഉണ്ട്. അപ്പോൾ ഇവരെന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരാൻ പോകുന്നുണ്ട്. അതോടെ അവർക്കും ഒരു പേടിയാണ്. എന്താ വെച്ചാൽ ഇത് ശരിയാവോ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യോ, അതൊക്കെ അവർക്ക് അറിയില്ല. അപ്പോൾ എന്താണ് ഇവിടെ ആക്ഷൻ? നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ, ഞാനിവിടെ ഒരു സെപ്പറേഷൻ ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. ഈ സമയം കഴിഞ്ഞാൽ ഈ ഹീലിംഗ് ഫേസ് കുറച്ച് സമയം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ റെഡിയാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റിയാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്താ നടക്കണേന്ന്, എന്താണ് അവർ ചെയ്യാൻ പോണേ, അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഞാൻ ആക്ഷൻ കാണുന്നത്, അവരുടെ ലൈഫിലൊരു ചോയ്സ് ഉണ്ട്. അവർക്ക് നിങ്ങൾ ഇല്ലാച്ചാൽ അവരുടെ പാർട്ട്ണർ ആരെ വേണ്ട വെച്ചാൽ അവർക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കാണുന്നതൊരു ഫാമിലി എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ ഒരു ഫാമിലി ലൈഫിൻ്റെ എനർജി കാണാണ്ട്. ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ അവരുടെ ഫാമിലി ഇത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഓക്കെ ആയിരിക്കില്ല, അങ്ങനെയും ആവാം. ഇതൊരു എന്താ പറയുക, ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഒരു റൊമാൻറ്റിക് തേർഡ് പാർട്ടി ആവണം എന്നില്ല. മേ ബി അവരുടെ ഫാമിലി ഇതിൽ ഓക്കെ അല്ല. അപ്പോൾ അവർക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളില്ലാച്ച ഫാമിലി ഇല്ലാച്ച വേറെ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതാണോ അതെന്നാ അവിടെയാണോ എനർജി ഇടണ്ടേ, ഇല്ലാച്ച നിങ്ങളുടെ അടുത്താണോ വരണ്ടേ, എന്താ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ ഇവിടെ ഡെഫിനറ്റ്ലി ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഔട്ട്കം ലവ് ആണ്. ഞാൻ ലവ് ഉണ്ട് ഇവിടെ കാണുന്നുണ്ട് രണ്ടാളുടെയും ഇടയിൽ. ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയും കാണാണ്ട് ഒരു സ്റ്റേബിൾ എനർജിയാണ് കാണുന്നത്. പക്ഷേ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഈ സമയത്ത് കാര്യങ്ങൾ ക്ലിയർ അല്ല. അപ്പോൾ എന്താണ് ഇവിടെ സൈൻസ് കാണുന്നത്? അപ്പോൾ ഞാൻ ഓൾറെഡി കണ്ട സൈൻസ് എന്താ വെച്ചാൽ പൈസീസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്, ഏരീസ് ഉണ്ട്, പിന്നെ ലിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, എക്വേരിയസ് വന്നിട്ടുണ്ട്, ടോറസ് ഉണ്ട്, ഏരീസ് വന്നിട്ടുണ്ട്, ഇവിടെ പൈസീസും ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്, എന്താണ് അവർക്ക് നിങ്ങളോട് പറയേണ്ടത്? Just being near you is intoxicating. I wish I could take back my words. ഇത് വന്നു, ഇതെടുക്കാം. I want to tell you how I feel. Soulmate. Yes, this is your soulmate വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ സ്കോർപ്പിയോ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.